കേരളത്തിലെ ലഹരി ഉപയോഗവും വ്യാപനവും കൂടിയിട്ടുണ്ടെന്നതിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. മാരക രാസലഹരികൾ പിടികൂടുന്ന വാർത്ത ദിനം പ്രതി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് മാത്രം എന്നും ലഹരി പിടികൂടിയെന്ന വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത്? ലഹരിയുടെ പരിപൂർണമായും ഹബ്ബായി നമ്മുടെ നാട് മാറിയോ? ഇല്ല എന്നാണ് നമ്മുടെ കണക്കുകൾ പക്ഷേ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ലഹരി ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിയിലാകുന്നവരിൽ 98% പേർക്കും ശിക്ഷ വാങ്ങി നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. ഒരു റിപ്പോർട്ട് കണ്ടുവരാം 59 സെക്കൻഡിൽ. ഒരു മാസം കേരളത്തിൽ എത്ര ലഹരി കേസുകൾ എടുക്കുന്നുണ്ട്? ലഹരി വ്യാപനത്തിന്റെ പെരുക്കക്കണക്ക് കേട്ട് തല പെരുക്കരുത്. ഈ കഴിഞ്ഞ മാസം മാത്രം കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലായത് 2854 പേരാണ്. ആകെ പിടിച്ചെടുത്തത് 1312 ഗ്രാം MDMA-യും ബ്രൗൺ ഷുഗറും ഹെറോയിനും ലഹരി ഗുളികകളും ഹാഷിഷും കഞ്ചാവുമെല്ലാം കടത്തിയതും ഉപയോഗിച്ചതുമായ 2762 കേസുകൾ പോലീസ് എടുത്തു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണിത്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചും ഡാർക്ക് വെബ് വഴിയും ലഹരി വസ്തുക്കളുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്, സംശയമില്ല. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഒഴുകുന്ന സംസ്ഥാനമാണോ കേരളം? അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അല്ല. മയക്കുമരുന്ന് ഉപയോഗത്തിൽ രാജ്യത്ത് ഏറ്റവും താഴെയുള്ള സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ വർഷം 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് രാജ്യത്താകെ പിടിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 100 കോടിയുടെ മയക്കുമരുന്നാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ എടുക്കുന്നത് കേരളത്തിലാണ്. ശിക്ഷ ഉറപ്പാക്കുന്നതിലും കേരളം തന്നെയാണ് മുന്നിലെന്ന് കണക്കുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഈ ലഹരി കേസുകളുടെ കണക്കുകൾ നമുക്ക് ഓടിച്ച് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ ഇത്രയും നശിച്ച ഒരു നാടില്ല എന്ന മട്ടിലല്ലല്ലോ ഈ വിഷയത്തെ പറഞ്ഞു വെക്കേണ്ടത്. എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് പരിശോധിക്കണമല്ലോ. തീർച്ചയായും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ വിപത്തിനെ നമ്മൾ പിഴുതെറിയേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു മാസം കേരളത്തിൽ എത്ര ലഹരി കേസ് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട് 2025 ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് നമുക്ക് നോക്കാം. മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച് സംശയിച്ച് പരിശോധിച്ചത് 17,246 പേരെയാണ്. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 2762 അറസ്റ്റിലായത് 2854 പേരുമാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. അതായത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ധാരാളം ആളുകൾ ഇവിടെ അറസ്റ്റിലാകുന്നു, പിടിച്ചെടുക്കുന്നു ആളുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ കണക്ക് നമുക്ക് പരിശോധിക്കാം. MDMA 1.31 കിലോഗ്രാമാണ് MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. കഞ്ചാവ് 153.56 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. ഹാഷിഷ് ഓയിൽ 18.15 ഗ്രാം പിടികൂടിയിരിക്കുന്നു. ബ്രൗൺ ഷുഗർ 1.855 ഗ്രാം. ഹെറോയിൻ 13 ഗ്രാമാണ് ഹെറോയിൻ പിടികൂടിയിരിക്കുന്നത്. ലഹരി ഗുളികകൾ 102 എണ്ണമാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് ഈ ഒരു മാസത്തെ കണക്കാണ് കേട്ടോ. പ്രകൃതിദത്ത ലഹരികൾ എടുത്ത് നോക്കാം, അത് ഏതൊക്കെയാണെന്ന്. ഈ ലഹരികൾ എന്തൊക്കെയാണ്, ഈ പിടികൂടുന്ന ലഹരികൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് ഓടിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് കഞ്ചാവ്? ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ ചിരിക്കും. കാരണം ഇത് ആർക്കാണ് അറിയാത്തത് എന്ന് തോന്നും. പക്ഷേ അതും പറഞ്ഞു പോകാമല്ലോ. കാന്നബീസ് ഗണത്തിൽപ്പെടുന്ന പൂവിടുന്ന ഒരു ചെടി കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വിളഞ്ഞുകൊണ്ടിരുന്നതാണ്. 84 അത് നിരോധിച്ചതിന് ശേഷം തീരെ ഇല്ലാതായതാണ്, കൃത്യമായി പിടികൂടുന്നതാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ഉണ്ട് എന്നതും വാസ്തവമാണ്. ഇന്ത്യയിലെ ഒട്ടെല്ലാ സംസ്ഥാനങ്ങളിലും വളരുന്ന ചെടിയാണ്. ഏറെയും കാണുന്നത് ഉണങ്ങിയ ഇലയുടെ രൂപത്തിലാണ് ഇത് പിടിച്ചെടുക്കുമ്പോൾ. കഞ്ചാവിൻ്റെ ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നത് പുകയിലയുമായി ചേർത്ത് വലിച്ചോ പാലിലും തൈരിലുമൊക്കെ കലർത്തി ഭാങ്കായോ ലേഹ്യമായോ ഒക്കെയാണ്. അതുപോലെ ലഹരി ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ലഹരി ഉണ്ടാക്കുന്നത് ടെട്രാഹൈഡ്രോ കന്നോബിസോൾ എന്ന രാസവസ്തു ആണ്. ഒരു ഹാലൂസിനോജനാണത്. ഇന്ദ്രിയാനുഭവങ്ങളെ അത് സ്വാധീനിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. യാഥാർത്ഥ്യത്തെ കാണുന്ന രീതിയെ ഇത് മാറ്റിമറിക്കും. സന്തോഷം, ഉത്കണ്ഠ, പരിഭ്രാന്തി പോലെയുള്ള വികാരങ്ങളെ കൂടുതൽ തീവ്രമാക്കും. അങ്ങനെയാണ് കഞ്ചാവ് പ്രവർത്തിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾക്ക് ഇത് സാധ്യതയുണ്ടാക്കുന്നുണ്ട്. ദീർഘകാലം ഉപയോഗിച്ചാൽ കഞ്ചാവിന് ആസക്തരായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉയർന്ന തോതിലെ ഉപയോഗം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതും വസ്തുതയാണ്. സൈക്കോസിസ് അവസ്ഥയിലേക്ക് എത്താൻ സാധ്യത കൂടുതൽ ആണ്. കൂടുതൽ ഓൺലൈൻ സൈറ്റുകൾ പോലും ഇപ്പോൾ കഞ്ചാവ് ലഭ്യമാണ്, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാണ് എന്നതുകൂടിയാണ് വസ്തുത. ഹൈബ്രിഡ് കഞ്ചാവ് പെഡ്രോപോണിക്സ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളർത്തുന്നതാണ്. ഈ കഞ്ചാവ് മണ്ണില്ലാത്ത പോഷകസമ്പുഷ്ടമായ ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതി ഉപയോഗിച്ചാണ് ആ നിലയ്ക്ക് വളർത്തിയെടുക്കുന്നത്. അതായത് പണ്ടത്തെ രീതിയൊക്കെ പോയി. പണ്ടത്തെ ഇവിടുത്തെ വലിയ കഞ്ചാവ് വേട്ട എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ കഞ്ചാവ് വേട്ടയുടെ സാധ്യത മാറി ഇപ്പോൾ ചെറിയ
ചെറിയ സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് കഞ്ചാവുകൾ വളർത്തുന്നു. പക്ഷേ ഇത് കൂടുതൽ പുറത്തുനിന്ന് വരുന്ന കഞ്ചാവാണ് ഇപ്പോൾ കേരളത്തിലെത്തുന്നത്. ഇത് വളർത്തുന്നത് കൃത്രിമ വെളിച്ചത്തിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ്. ഇത് വിദേശത്തു നിന്നാണ് ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പ്രധാനമായും എത്തുന്നത് തായ്ലൻഡിൽ നിന്ന് ആണ്. ഈ ഹൈഡ്രോ കഞ്ചാവിന് കിലോഗ്രാമിന് 60 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വിലയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കുറ്റവും ശിക്ഷയും എങ്ങനെയാണ് എന്ന് നോക്കാം. 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. 999 ഗ്രാം വരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിച്ചാലും ജാമ്യം കിട്ടുന്നതാണ് ഇപ്പോഴുള്ള രീതി. ഹാഷിഷ് ഓയിൽ എന്നതാണ് മറ്റൊന്ന്. കഞ്ചാവ് ചെടികളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന സത്ത് പുകലയിൽ ചേർത്തോ സിഗരറ്റിൽ തേച്ചോ ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഹാഷിഷ് ഓയിലിൽ THCയുടെ അളവ് വളരെ കൂടുതലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഞ്ചാവിനേക്കാൾ അപകടകാരിയാണിത്. രാസലഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കഞ്ചാവ് പറഞ്ഞതോർത്ത് ഈ രാസലഹരികൾ മോശമാവുന്നില്ല. ഏറ്റവും അപകടകാരികൾ രാസലഹരികളാണ്. ഏറ്റവും അപകടകാരികളാണ് ഈ രാസലഹരികൾ. ആദ്യഘട്ടത്തിൽ ഊർജ്ജസ്വലതയും ആനന്ദവും ആത്മവിശ്വാസവും ഒക്കെ വല്ലാതെ തോന്നും എന്നത് വസ്തുതയാണ്. പക്ഷേ അതൊക്കെ പിന്നെ കുഴപ്പത്തിലാക്കും. പിന്നാലെ ഗുരുതരമായ മാനസിക ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിൽ വ്യാപകമായത് ഈ അടുത്ത കാലത്താണ് എന്നതുകൂടിയാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ രാസലഹരികൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. മെത്തലിൻ ഡയോക്സിൻ, മെറ്റാഫെറ്റാമിൻ, ഇതിൻ്റെ ലഹരി 12 മണിക്കൂറിലേറെയാണ്. MDMAയുടെ ലഹരി 12 മണിക്കൂറിലേറെയാണ് സജീവമായി നിൽക്കുക. ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലും പൊടിയുടെ രൂപത്തിലും ക്രിസ്റ്റൽ രൂപത്തിലും ഒക്കെ കിട്ടുന്നത്. MDMA ആണ് ഇപ്പോൾ ഏറ്റവും ആളുകൾക്ക് അറിയാവുന്ന ഒരു മയക്കുമരുന്ന് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കഞ്ചാവ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ MDMA എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ പല ആളുകൾക്കും ഈ ലഹരി എന്നതിലേക്ക് അത് മനസ്സിലാക്കുന്നത്. ലഹരി ശരീരത്തിലെത്തിക്കാൻ പല മാർഗ്ഗങ്ങളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കലർത്തിയും കുത്തിവെച്ചും മൂക്കിൽ വലിച്ചു കയറ്റിയും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആരോഗ്യത്തിനും ജീവനും ഇത് വലിയ ഭീഷണിയാണ്. വളരെ പെട്ടെന്ന് MDMA ആസക്തിയായി മാറും. കിട്ടിയില്ലെങ്കിൽ അക്രമ പ്രവണത കാണിക്കും എന്നുള്ളതാണ് വാസ്തവം. ശരീരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്. ഉത്കണ്ഠ, കടുത്ത വിഷാദം, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെയാണ് MDMA ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായി ഇത് കഞ്ചാവിനെയും മദ്യത്തെയും പോലെയും ഒന്നും അല്ലാതെ കിട്ടുന്നത് എന്ന് നോക്കിയാൽ ഇതിന് മണവുമില്ല. ആരും അറിയാതെ ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ സൗകര്യം. ആളുകൾ വയലൻ്റ് ആകുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഇതിൻ്റെ മണം അടിച്ച് ആരും അറിയില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ MDMA ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾ പോലും ഇതൊക്കെ എത്തിച്ചു നൽകുന്നു എന്നതാണ്, ഈ ലഹരി വലയുടെ ഭാഗമായി എത്തിച്ചു നൽകുന്നു എന്നതാണ് വാസ്തവം. ശാരീരിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. MDMA ഉപയോഗിച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവും. സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും എന്നുള്ളതാണ്. പുരുഷന്മാരിലാവട്ടെ ലൈംഗിക പ്രത്യുൽപാദന ശേഷി കുറയാൻ സാധ്യതയുണ്ട്. സിറിഞ്ച് വഴി ഉപയോഗിക്കുന്നവരിൽ HIV വൈറസ് ബാധയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് കൊക്കൈനാണ്. കൊക്കച്ചെടിയുടെ ഇലകളിൽ നിന്ന് നിർമ്മിക്കുന്ന MDMA പോലെയുള്ള വലിയ ഊർജം കൊക്കൈനും കൊടുക്കുന്നുണ്ട്. ഈ മറ്റൊരു ലഹരിയാണ്, സെമി സിന്തറ്റിക് ലഹരിയാണത്. ഉപയോഗിക്കുന്നവരിൽ ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാക്കി തീർക്കും. ഇത് ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനും ഉയർന്ന സാധ്യതയുണ്ട്. കോമയിലേക്കും ഒക്കെ ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം. പക്ഷാഘാതത്തിലേക്കും നയിച്ചേക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കറുപ്പ് അത് വളരെ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ പോപ്പിച്ചെടിയുടെ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സാധാരണയായി കാണപ്പെടുന്ന പൊടിയാണ്. കറുത്ത ടാർ പോലെയൊക്കെയാണ് ഇതിരിക്കുന്നത്. ഇത് പുരുഷന്മാർക്ക് ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടും. പക്ഷേ പ്രചരിപ്പിക്കുന്നത് മറിച്ചാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം. സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ ക്രമരഹിതമാക്കും എന്നുള്ളതും ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഹെറോയിൻ മറ്റൊന്നാണ്. കഞ്ചാവിന് ഹാഷിഷ് എന്ന പോലെ കറുപ്പിൻ്റെ സത്താണ് ഹെറോയിൻ. സെമി സിന്തറ്റിക് ഡ്രഗായാണ് ഹെറോയിനും ഉപയോഗിക്കപ്പെടുന്നത്. കുത്തിവെച്ച് ഉപയോഗിക്കുന്നു. ലൈംഗിക രോഗങ്ങൾ പകരാം. ലൈംഗിക പങ്കാളികൾക്കും കുട്ടികൾക്കും ഈ അസുഖങ്ങൾ ഉണ്ടാകാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. കേരളത്തിലേക്ക് എത്തുന്ന വഴി ഗുജറാത്ത് തീരത്താണ് പ്രധാനമായും ഈ മയക്കുമരുന്ന് എത്തുന്നത്. ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. പണ്ടൊക്കെ ഈ ഇടുക്കിയുടെ മല, ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഇടുക്കിയിലൊക്കെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ ഇത് അങ്ങനെയല്ല വരുന്നത്. ഇത് ഗുജറാത്ത് തീരത്ത് വന്ന് കേരളത്തിലേക്ക് എത്തുന്നു. പ്രധാനമായും റോഡ് വഴിയാണ് ഇവ എത്തിച്ചേരുന്നത്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചും ഡാർക്ക് വെബ് വഴിയും വ്യാപാരം പുതിയ കാലത്തെ ന്യൂജൻ വഴികളിലാണ് എത്തിക്കുന്നത്. കേരളത്തിലെ കേസുകളുടെ കണക്ക് കൂടി പരിശോധിക്കാം. 2016 മുതൽ 2021 വരെ NDPS ആക്ട് പ്രകാരം 37,340 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രതികൾ 41,567 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ അറസ്റ്റിലായത് 41,378 പേരാണ്. 2021-24 വരെ NDPS ആക്ട് പ്രകാരം 87,702 കേസുകളാണ്. പ്രതികൾ 94,886 പേർ. അറസ്റ്റിലായവർ 93,599 പേർ. ഇത് അതായത് 3 ഇരട്ടിയോളം വർധനയാണ് ഇത് കാണിച്ചു തരുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ
കേരളമല്ല മുന്നിൽ എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കണക്ക്. കാരണം ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇത്രയും നടന്നോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ കേരളമല്ല മുന്നിൽ. മയക്കുമരുന്ന് ഉപയോഗത്തിൽ ദേശീയ തലത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ്. ഉപയോഗത്തിൽ ഇന്ത്യയിലാകെ 2024 പിടികൂടിയത് 2023 പിടികൂടിയത് 16,100 ഒരു വർഷം കൊണ്ടുണ്ടായ വർധന 55%-ലേറെയാണ്. 2024 പിടികൂടിയത് 25,000 കോടിയുടെ മയക്കുമരുന്നാണ്. അതിൽ കേരളത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് 100 കോടി മാത്രമാണ് എന്നതറിയുമ്പോഴാണ് അതായത് ഇത്രയധികം കേസുകൾ ഇവിടെ നിലനിൽക്കുന്നു, പക്ഷേ 100 കോടി മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൽ 100 കോടി മാത്രമാണ് കേരളത്തിൻ്റെ പിടികൂടുന്ന മയക്കുമരുന്നിൻ്റെ മൂല്യം എന്നുള്ളതാണ്. കേസും അറസ്റ്റും കൂടുതൽ ഇവിടെയാണ്. മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ കേരളം ഒന്നാമതാണ്. 2024 കേരളത്തിൽ അറസ്റ്റ് ചെയ്തത് 24,517 പേരെയാണ്. ശിക്ഷ ഉറപ്പാക്കുന്നതിലും കേരളം തന്നെയാണ് ഏറ്റവും മുന്നിൽ. കൺവിക്ഷൻ റേറ്റുള്ള സംസ്ഥാനം കേരളമാണ്. 100 പേരെ പിടിച്ചാൽ 98.9 പേർക്കും, അതായത് ഏതാണ്ട് 99 പേർക്കും ശിക്ഷ ഉറപ്പാണ് കേരളത്തിൽ. ദേശീയ തലത്തിൽ കൺവിക്ഷൻ റേറ്റ് 78%. തെലങ്കാനയിൽ 5.6% മാത്രമാണ്. ആന്ധ്രാപ്രദേശിൽ 25.4. ഭേദപ്പെട്ട കൺവിക്ഷൻ കേരളം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലാണ് 82.9. ഇതാണ് ഈ കേരളത്തിൽ വിശദമായ ഈ കണക്ക്. സനീഷ, ഇത് കേരളം മയക്കുമരുന്നിൻ്റെ ഹബ്ബാണോ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, കേരളം മദ്യപാനത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്നത് കേരളത്തിലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ട്. ഒരു അപമാനബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടി അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കിത് കാണുമ്പോൾ, ഈ കണക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ, അത് സനീഷിന് ഓർമ്മ കാണും. ഇപ്പോൾ ജേക്കബ് പുന്നൂസ്, മുൻ DGP, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉള്ളത് കേരളത്തിലാണോ? അതായത് ഉത്തർപ്രദേശിലോ മറ്റ് ബീഹാറിലോ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്രിമിനൽ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ നിയമ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ക്രിമിനലുകളില്ല, ഇവിടെ ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതല്ല എന്ന് ജേക്കബ് പുന്നൂസ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമാണ് മയക്കുമരുന്ന് കേസുകളുടെയും സ്ഥിതി എന്നാണ് തോന്നുന്നത്. അതെ, അത് നിശ്ചയമായിട്ടും നമുക്ക് ഈ കണക്കുകളൊക്കെ കാണുമ്പോൾ ശുഭകരമായിട്ടുള്ള, അങ്ങനെ അതായത് കൃത്യമായിട്ട് ഡാറ്റ നോക്കി കാര്യങ്ങൾ അവരവരുടെ നിലപാടുകൾ രൂപീകരിക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിച്ച് നിലപാടുകൾ രൂപീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ഡാറ്റയായിട്ടാണ്, സന്തോഷകരവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ നാടാകെപ്പാടെ കുഴപ്പത്തിലായി പോയേ എന്നല്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നല്ല. പക്ഷേ അപ്പോൾ തന്നെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സംശയമില്ല, നമുക്ക് ഇങ്ങനെയൊരു ഭേദപ്പെട്ട ചുറ്റുപാട്, അതായത് ലഹരി മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കുറഞ്ഞ, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് രാജ്യത്ത് കേരളം മാറിയത് നമ്മൾ അതിനോട് അങ്ങനെ പെരുമാറിയതുകൊണ്ടാണ്, അതിശക്തമായുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്, അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടല്ല. ഇപ്പം തന്നെ അതിനകത്ത് ഒരു കണക്കുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ 50% വർധന ഈ തവണ ഉണ്ടായി. അത് വളരെ അലാമിംഗ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധമുള്ളൊരു നോർമലൈസേഷൻ പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നേരത്തെ ഒരു 20 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു ടെലിവിഷൻ വാർത്താ ചാനലിൽ റിപ്പോർട്ടറായിട്ട് ചെല്ലുമ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ചില ഇരുണ്ട ഗലികളിൽ ആണ് ഇത്തരം പരിപാടികളൊക്കെ നടന്നിരുന്നത്. ഞങ്ങൾ അക്കാലത്ത് വാർത്തകൾ ചെയ്യുന്നത് ഹർഷൻ അറിയാമായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ നഗരങ്ങളിലെയും ഇരുണ്ട മൂലകളിൽ ലോസ്റ്റ് എന്ന് കണക്കാക്കപ്പെട്ട് തള്ളപ്പെട്ടിരുന്ന കുറേ ആളുകളായിരുന്നു ഈ പരിപാടികൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അല്ലാത്തവരില്ല എന്നല്ല, പക്ഷേ അതായിരുന്നു ബഹുഭൂരിപക്ഷവും. ഇപ്പോൾ പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ബഹുമാന്യത നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എന്ന നിലയിലേക്കാണ്, അവിടങ്ങളിലേക്കെല്ലാം ഇത് എത്തിക്കഴിഞ്ഞു. അതായത് നിങ്ങളിൽ ലഹരി ഉപയോഗിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത്ര പോരാ, നിങ്ങളിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളത്ര പോരാ, ഡോക്ടർമാരിൽ, എഞ്ചിനീയർമാരിൽ, സിനിമാ നടന്മാരൊക്കെ പരസ്യമായിട്ട് പറയുകയാണ് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതിൻ്റേതായിട്ടുള്ള ചില രഹസ്യമായിട്ടുള്ള ടേമുകൾ, പരസ്പരം മനസ്സിലാകുന്ന ചില ടേമുകൾ അവർ പരസ്യ സ്ഥലത്ത് ഉപയോഗിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഈ ATM കാർഡ് കൊണ്ട് ഇങ്ങനെ തടുത്ത് കൂട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വിഷ്വൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കഞ്ചാവ് ഉപയോഗത്തിന് 4000-5000 കൊല്ലത്തിന് പഴക്കമുണ്ട്. ലഹരി മരുന്നുകൾ അവനവൻ്റെ ബോധത്തെ ഒരല്പം ഇളക്കിയിട്ട് ഒന്ന് റെഡിയായിട്ട് ഒന്ന് സന്തോഷകരമായിട്ട് പോവുക, അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതിന് പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ അതിനകത്ത് ലോസ്റ്റായി പോകരുത് എന്നതും അക്കാലത്ത് എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. അങ്ങനെ ലോസ്റ്റായിട്ടുള്ള ആളുകളല്ല നമ്മുടെ സമൂഹത്തെയും ലോകത്തെയും ഈ മട്ടിൽ കൊള്ളാവുന്ന വിധത്തിലുള്ള ലോകമായിട്ട് വിന്യസിച്ചത് അത് നോർമലായിട്ട് നിന്ന ആളുകളാണ്. അപ്പോൾ ഈ ലോസ്റ്റായി പോകുന്നതാണ് മഹത്തരം എന്നതിലേക്ക് നോർമലൈസ് ചെയ്യുകയാണ്. അങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ ഡാറ്റയിൽ അതുണ്ടല്ലോ, ഇവിടെ ഒരു സ്ഥലത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
പക്ഷേ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് വരികയാണ് ഇങ്ങോട്ട്. അപ്പം നമ്മളൊരു വലിയ മാർക്കറ്റാക്കി മാറ്റിയിട്ട് ഇത് നോർമലൈസേഷൻ പ്രക്രിയയിലൂടെ കടത്തിവിട്ടിട്ട് നമ്മുടെ നാടിനെ കൂടെ മറ്റ് നാടുകളെ പോലെ ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അങ്ങനെയല്ലാതെ ഒരു കുഴപ്പം കൂടിയുണ്ട്. അതായത് മലയാളി ഇത് ഉപയോഗിച്ചിട്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പരസ്യമായി പറയുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സൂചന കൊടുക്കാൻ എല്ലാവർക്കും ഒരു വലിയ ത്വരയാണ്. ഇത് മുമ്പും ഉണ്ടായിരുന്നു. മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മലയാളിയാണ് ഏറ്റവും വലിയ മദ്യപാനി എന്ന് ലോകം വിലയിരുത്തിയത് എങ്ങനെയാണ്? നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ആവർത്തിച്ചിട്ട് നമ്മൾ ഭയങ്കര മദ്യപാനികളാണ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ മദ്യ ഉപഭോഗത്തിൽ കേരളം പിന്നിൽ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര മദ്യപാനികളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ത്വര തന്നെ ഇതിനകത്തും കാണിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറയിലുള്ള ആളുകൾ, കാരണം മദ്യം പോലെയല്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏറ്റവും രഹസ്യമായി നടത്താവുന്ന ഒരു സംഗതിയാണ്. ആ ഉപയോഗം വല്ലാതെ കൂടുന്നു. അതിൻ്റെ ക്രൈം റേറ്റ് അതിനനുസരിച്ച് ക്രൈം റേറ്റ് വർദ്ധിക്കുന്നു. ഈ പറഞ്ഞ പോലീസിന് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലീസിനും മറ്റ് നിയമ സംവിധാനങ്ങൾക്കും ഇരട്ടി പണിയാവുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതിനകത്ത് ഹർഷൻ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, അവിശ്വസനീയമായ ഒരു വാർത്ത വന്നു. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. 12 വയസ്സുള്ളൊരു കുട്ടി വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് ഈ MDMA മറ്റോ വാങ്ങിയിട്ട് 10 വയസ്സുകാരിയായിട്ട് സിസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുത്തത്രേ. കണ്ടില്ലേ ആ വാർത്ത? അതായത് അവിശ്വസനീയമായിട്ട് തോന്നുന്ന വാർത്ത. അപ്പോൾ എങ്ങനെയാണ് ഈ 12 വയസ്സുകാരൻ കുട്ടിയുടെ വശത്തേക്ക് ഇത്തരം സാധനങ്ങൾ എത്തുന്നത്? അപ്പോൾ അത് ഏതോ നിലക്ക് ഇതിൻ്റെ ട്രാക്ക് ഉള്ളിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോഴാണല്ലോ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിയ കാലത്ത് തന്നെ ഇതൊരു വലിയ ചർച്ച ആയിരുന്നില്ല. മയക്കുമരുന്ന് വല്ലപ്പോഴും ഒക്കെ വരുന്ന മയക്കുമരുന്ന് ചില പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വശങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളായിരുന്നു. പക്ഷേ അത് ആ കാലത്ത് ചർച്ചയില്ലാത്ത കാലത്ത് അടിയിലൂടെ ഈ നോർമലൈസേഷൻ പ്രക്രിയ ഇങ്ങനെ നടക്കുകയായിരുന്നു. മദ്യം ഒരു വശത്തായി, അതിനുശേഷം മയക്കുമരുന്നിലേക്ക് അങ്ങനെ പോകും. അങ്ങനെയാണ് ഈ ഉമ്മയെ കൊല്ലുന്ന കുട്ടിയും അച്ഛനെ കൊല്ലുന്ന മകനും ഈ പറയുന്ന 12 വയസ്സുകാരൻ കുട്ടി 10 വയസ്സുകാരിയുള്ള സിസ്റ്റർക്ക് ലഹരി കൊടുക്കുക പോലുള്ള വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെതിരെ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, കളമശ്ശേരി ക്യാമ്പസിൽ വെച്ച് പിടിച്ചത് കഞ്ചാവാണ്. താരതമ്യേന നിസ്സാരമായിട്ടുള്ള എന്ന് കണക്കാക്കാവുന്ന, ലീഗലി ബാൻഡ് ആണെങ്കിലും താരതമ്യേന വലിയ ഉപദ്രവകാരിയല്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ പോലീസ്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, മന്ത്രിമാർ, MP രാജേഷൊക്കെ വന്നു അതിശക്തമായിട്ട് എതിർത്ത്. അപ്പോൾ വളരെ ഗൗരവതരമായിട്ടാണ് ഇതിനെടുക്കുന്നത്. ആ ഗൗരവം വിട്ടുപോകരുത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗരവം വിട്ടുപോയാൽ സമൂഹം പതുക്കെ ഇത് പിന്നിലേക്കാവുകയും ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോവുകയും ആളുകളത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും സമൂഹ നിലക്ക് ലോസ്റ്റായി പോവുകയും ചെയ്യും. പിന്നെ ഇത് ഭരണകൂടത്തിൻ്റെയോ ഈ സംവിധാനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല. ഈ സിസ്റ്റത്തിൻ്റെ, അതായത് ഈ ഇപ്പോൾ ക്യാമ്പസുകളുണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ ഇതിനൊരു സംവിധാനം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇല്ല. കാരണം ഇത്രയും വളരെ സാധാരണ മട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ ആ സിസ്റ്റം അതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട്. അത് പല ക്യാമ്പസുകളിലും ആ മട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല കുടുംബങ്ങളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം എപ്പോഴും ഇത് ഭരണകൂടത്തിൻ്റെ, സർക്കാരിൻ്റെ, പോലീസിൻ്റെ മാത്രം ജോലിയല്ല എന്നുള്ളത് കൂടിയാണ് വസ്തുത. മാത്രമല്ല ഈ നേതാക്കളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണത്. അവർ തിരുത്തേണ്ടതുമുണ്ട് എന്നതാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലഹരി കേസുകളിൽ 400% വർധനയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പോയ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു 8160 NDPS കേസുകളാണ്. അറസ്റ്റിലായത് 7900 പേർ. 7940 പേർ. ഏതളവിൽ കൊക്കൈനും ഹെറോയിനും MDMAയും മറ്റ് ലഹരി മരുന്നുകളും എല്ലാം സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതിന് ഈ പുതുവർഷം മുതൽ ഇങ്ങോട്ട് സംസ്ഥാനം ഇങ്ങോളം രജിസ്റ്റർ ചെയ്ത വാർത്തകൾ മാത്രം നോക്കിയാൽ മതി. പിടിച്ചെടുക്കുന്ന ലഹരി മരുന്നുകളുടെ കണക്ക് കേട്ടാൽ തലവെരുക്കും. പക്ഷേ കേരളത്തിലല്ല, നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലല്ല ഈ മയക്കുമരുന്നൊന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ കണക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സനീഷ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ NDPS കേസിൽ അറസ്റ്റിലാകുന്ന സംസ്ഥാനമാണ് കേരളം. 2019-2024 കാലയളവിലെ കണക്കിൽ കേരളത്തിൽ അറസ്റ്റിലായത് 24,517 പേരാണ്. ഏറ്റവും അധികം മയക്കുമരുന്ന് വന്നിറങ്ങുന്ന ഗുജറാത്തിൽ പക്ഷേ 757 പേര് മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. മയക്കുമരുന്ന് ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചാബിൽ അറസ്റ്റിലായത് 9734 പേർ മാത്രവും. അതായത് ഉപഭോഗത്തിലും ഇതിൻ്റെ ഇറക്കുമതിയുടെ കാര്യത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നിടത്ത് അറസ്റ്റ് വളരെ കുറവാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 24,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയത് 100 കോടി മാത്രമാണ്. കേരളത്തിൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായതുകൊണ്ടാണ് പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടുന്നതെന്ന് വാസ്തവമാണ്. പക്ഷേ കേസുകളുടെ അനുപാതം ഉയരുന്നു എന്നത് അപകടകരമായ യാഥാർത്ഥ്യമാണ്. പ്രതികളാകുന്നതിൽ 90% 20 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. ഈ വിപത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മുടെ യുവത്വത്തെ, കേരളത്തെ.